ഹലോ ഗൈസ്, ഞാൻ ഗൗതം. ഇന്ന് എൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ക്ലയൻ്റായ MVR ക്യാൻസർ സെൻറ്റർ കാലിക്കറ്റ് ഹോസ്പിറ്റലിന് വേണ്ടി ഒരു കൊമേഴ്ഷ്യൽ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് നമ്മൾ സ്റ്റോറി ബോർഡ് ചെയ്യുമായിരുന്നു. അത് നമ്മൾ ഗൂഗിളിൻ്റെ നാനോ ബനോനയും അതേപോലെ തന്നെ ക്യാൻവയും വെച്ചിട്ടും പിന്നെ നമ്മളുടെ മാനുവലായിട്ടുള്ള വർക്കൗട്ട് പ്രോംപ്റ്റിങ്ങും എല്ലാം ചെയ്തിട്ടാണ് നമ്മളൊരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്താണ് സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞുതരാം. സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രീ വിഷ്വലൈസേഷൻ കൺസെപ്റ്റാണ്. അതായത് നമ്മളൊരു വെബ് സീരീസോ ഒരു ഷോർട്ട് ഫിലിമോ ഒരു നമ്മൾ സിനിമയോ എടുക്കുകയാണ്. അത് ആ ഒരു സിനിമയുടെ ഐഡിയ ആ ഒരു ക്രിയേറ്റർ ആ ഒരു ഐഡിയ കൊണ്ടുവന്ന ഒരാളുടെ അടുത്തായിരിക്കും ഉണ്ടാവുക. അതെന്താണ്, വിഷ്വൽ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് മറ്റുള്ള നമ്മുടെ ഇപ്പോൾ ക്യാമറമാൻ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് ഇതിന്റെ ആൾക്കാർ, ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുണ്ടാവും. അവർക്കും കൂടി മനസ്സിലാവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കുന്നു, അതിൽ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നു, അതിനുശേഷമാണ് നമ്മൾ ഈ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ എന്ത് സംസാരിക്കണം, ഏത് ആംഗിളിലാണ് ക്യാമറ വരേണ്ടത്, എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ടത്, ഫോർഗ്രൗണ്ടിൽ എന്തൊക്കെ വേണം, ആ ക്യാരക്ടറിന്റെ കൂടെ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റോറി ബോർഡ്. സോ നമ്മളിപ്പോ ഈ MVR ക്യാൻസർ സെന്റർ നമ്മുടെ ക്ലയന്റ് ആയതുകൊണ്ട് നമ്മളുടെ ഈ പുതിയ ഒരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത ടൂൾ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ നാനോ ബനാനയും അതേപോലെ തന്നെ നമ്മൾ ക്യാൻവ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ മുമ്പായിട്ട് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു പ്രൊജക്റ്റിന് വേണ്ടി സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് വിഷ്വലായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയും. അതാണ് ഇതിലത്തെ ഒരു വലിയൊരു കാര്യം. അതുപോലെ ഔട്ട്പുട്ടിൻ്റെ റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. നോർമൽ കേസിൽ എല്ലാവരും ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നു, നേരെ തന്നെ പോയിട്ട് വീഡിയോ എടുക്കുന്നു. അതല്ലാണ്ട് നല്ല പ്രൊജക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ടിപ്സിന് എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കും, മറ്റാൾക്കാർക്ക് ഷെയർ ചെയ്യും. താങ്ക് യു.